നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞായറാഴ്ച കുർബാന ഇനി വേണ്ടെന്ന് വിശ്വാസികൾ. സുറിയാനി പള്ളികളിൽ ഞായറാഴ്ച അടി പതിവ്. ആർച്ച് ബിഷപ്പിനെയും മാർപ്പാപ്പയെയും ചീത്ത വിളിച്ച വിശ്വാസികൾ. കേരളത്തിലെ പ്രബലമായ ക്രിസ്തീയ വിഭാഗമാണ് സുറിയാനി കത്തോലിക്ക. സിറിയൻ കത്തോലിക്ക സഭയും അതിന്റെ കീഴിലുള്ള ഇടവകകളും ഈ സഭയുടെ ഉടമസ്ഥതയിലുള്ള നിരവധിയായ സ്ഥാപനങ്ങളും ഇപ്പോൾ പരസ്പരം പോരിന്റെയും സംഘർഷത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഞായറാഴ്ചകളിൽ വിശേഷാൽ കുർബാനകൾ എല്ലാ പള്ളികളിലും നടക്കുക പതിവാണ്. ഈ കുർബാനയ്ക്കിടയിലാണ് സഭയുടെ മേലധികാരികൾ സഭാ സംബന്ധമായ വിഷയങ്ങൾ സർക്കുലറായി ഇറക്കുന്നത് വായിക്കുക. ഈ സർക്കുലറുകൾ പണ്ടൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. സഭയെടുക്കുന്ന സാമൂഹ്യപരമായ തീരുമാനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ വിശകലനങ്ങളുമൊക്കെ ഈ സർക്കുലറുകളിൽ കടന്നു വരാറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞൊരു വർഷത്തിലധികമായി സിറിയൻ കത്തോലിക്ക ഇടവകളിലും സഭയുടെ ആസ്ഥാനങ്ങളിലും സംഘർഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിലാണ് ഈ സംഘർഷം നിലനിൽക്കുന്നത്. കുർബാനകളിൽ സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് വലിയ തർക്ക വിഷയമായി മാറിയിരിക്കുന്നത്. അൾത്താരയിൽ ജനാഭിമുഖ കുർബാനയും അതുപോലെ തന്നെ അൾത്താര അഭിമുഖ കുർബാനയും എന്ന രണ്ട് രീതികളുടെ പേരിലാണ് വിശ്വാസികളും വൈദികരും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പയും ആർച്ച് ബിഷപ്പും ഒരുമിച്ച് തന്നെ ജനാഭിമുഖ കുർബാന എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാനയാക്കി അംഗീകരിച്ച് നടപ്പിൽ വരുത്തണം എന്ന് പ്രഖ്യാപിച്ചതുമാണ്. ഇതിന്റെ പേരിലാണ് പള്ളികളിലും ബിഷപ്പ് ഹൗസിലും വരെ വൈദികരും വിശ്വാസികളും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന സ്ഥിതി ഉണ്ടായത്. ഒരു കൂട്ടർ അൾത്താര അഭിമുഖ കുർബാനയെ അംഗീകരിക്കുമ്പോൾ ജനാഭിമുഖ കുർബാനയെ മറ്റൊരു വിഭാഗം അനുകൂലിക്കുന്നതാണ് സംഘർഷത്തിന്റെ കാരണം. എന്നാൽ മാർപ്പാപ്പയും ആർച്ച് ബിഷപ്പും ഒരുമിച്ച് നിർദ്ദേശിച്ച കുർബാന വിശ്വാസികളും ഒരുപറ്റം വൈദികരും എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ്. സഭയുടെ ലോകത്തെ പരമാധികാരിയാണ് മാർപ്പാപ്പ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരിയാണ് ആർച്ച് ബിഷപ്പ്. ഈ രണ്ടു പേരെയും അംഗീകരിക്കില്ല എന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ എന്ന കാര്യം ബന്ധപ്പെട്ടവർ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതിരൂപതയുടെ കീഴിലുള്ള മിക്കവാറും എല്ലാ പള്ളികളും ഇന്നലെ സംഘർഷത്തിന്റെ വേദിയായി മാറി. എല്ലാ പള്ളികളിലും കുർബാനയുടെ സമയത്ത് രണ്ടു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതി വരെ ഉണ്ടായി. അങ്കമാലിക്കടുത്തുള്ള കാഞ്ഞൂർ സെയിന്റ് മേരീസ് പള്ളിയിൽ വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ നിരവധി പേർക്ക് കാര്യമായ പരിക്കുണ്ടാകുന്ന സ്ഥിതി വരെ ഉണ്ടായി. വികാരിയച്ഛനോട് അനുകൂലിക്കുന്ന ഒരു വിഭാഗം, എതിർക്കുന്ന ഒരു വിഭാഗം കുർബാന സമയത്ത് അൾത്താരയ്ക്ക് അകത്ത് തമ്മിലടിക്കുകയായിരുന്നു. എതിർപ്പിന്റെ സ്വരം ഉയർത്തിയ ചിലരെ വികാരിയച്ഛനും മറ്റു ചിലരും ചേർന്ന് പൊക്കിയെടുത്ത് പ്രത്യേകം മുറിയിൽ കയറ്റി ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നു. ഇവിടെ മാത്രമല്ല, അതിരൂപതയുടെ കീഴിലുള്ള പല പള്ളികളിലും അച്ഛന്മാരും വിശ്വാസികളും സംഘം ചേർന്ന് തമ്മിൽ തല്ലുന്ന ചിത്രങ്ങൾ വരെ ടെലിവിഷൻ വാർത്തകളിൽ കടന്നു വന്നു. പരിശുദ്ധ പിതാവായ യേശുദേവന്റെ പേരിലാണ് വൈദികരും വിശ്വാസികളും ഏറ്റുമുട്ടുന്നത് എന്ന കാര്യം വേദനാജനകം തന്നെയാണ്. ഏത് കുർബാന നടത്തിയാലും അത് വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. കുർബാന അർപ്പിക്കുന്നത് കാലങ്ങളായി പള്ളികളിൽ നടന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമാണ്. അതിൽ ഭേദഗതികൾ വരുന്നെങ്കിൽ അത് അനുസരിക്കാനുള്ള ബാധ്യത പള്ളിയുടെ ചുമതലക്കാരായ വൈദികർക്കും പള്ളിയുടെ കീഴിലുള്ള വിശ്വാസികൾക്കുമുണ്ട്. ഏതു തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാലും അതെല്ലാം ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തി പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട വൈദികർ തന്നെ തല്ലാൻ ഇറങ്ങുക എന്നത് യേശുദേവനോട് കാണിക്കുന്ന ക്രൂരതയല്ലാതെ മറ്റൊന്നുമല്ല. വലിയ പേരും പെരുമയുമുള്ള മഹത്തായ സഭയാണ് സീറോ മലബാർ സഭ. ഈ സഭയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നിരവധിയായ സാമൂഹ്യ സേവന സ്ഥാപനങ്ങളും മലയാളികളുടെ മൊത്തം വിശ്വാസം നേടിയെടുത്തിട്ടുള്ളതാണ്. ജാതിമത ഭേദങ്ങൾക്കപ്പുറം സാമൂഹ്യ നന്മയ്ക്കുതകുന്ന വിധത്തിലുള്ള പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കി ജനങ്ങളുടെ മുമ്പിൽ ആദരവും അനുഗ്രഹവും നേടിയെടുത്തിട്ടുള്ള മഹത്തായ ഒരു സഭയും ആ സഭയുടെ കീഴിലുള്ള വൈദികരും വിശ്വാസികളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരും നിലവിലുള്ള സഭയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറുകയാണ് വേണ്ടത്. തമ്മിൽ തല്ലുന്ന വൈദികരും വിശ്വാസികളും ദയവ് ചെയ്ത് അൾത്താരയ്ക്കകത്ത് മനുഷ്യമോചനത്തിന് വേണ്ടി കുരിശിൽ ജീവൻ ഒടുക്കിയ യേശുദേവന്റെ രൂപമെങ്കിലും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഈ നാണം കെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ മനസ്സുവരില്ലായിരുന്നു. നന്ദി, നമസ്കാരം.